മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ രാത്രി നെവിനാണ് അനുമോളെ, അതേപോലെ തന്നെ ശൈത്യ, ആദില, നൂറ ഇവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയിട്ട് കിച്ചണിൽ പോയിട്ട് ജ്യൂസ് കൊടുത്തതും അതേപോലെ തന്നെ കേക്ക് എടുത്ത് കൊടുത്തതും ബ്രൗണി എടുത്ത് കൊടുത്തതും ഒക്കെ നെവിൻ തന്നെയാണ്. തരുമോ എന്ന് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തരും, പക്ഷെ നിങ്ങൾ ഇനി വന്ന് കട്ടൊന്നും എടുക്കരുത് എന്നൊക്കെ നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജിസേലിനോട് പോയി പറഞ്ഞു. അവരവിടെ വന്ന് മോഷ്ടിച്ച് കഴിക്കുകയാണെന്ന് ജിസേലിനോട് പോയി പറഞ്ഞു. ജിസേൽ അത് വലിയൊരു പ്രശ്നമാക്കിയിരിക്കുകയാണ്. രാത്രി അനുമോളോടാണ് ദേഷ്യം മൊത്തം ഉള്ളത്. അനുമോളോട് പറയുന്നുണ്ട്, ഇവിടെ വെറുതെ ഇരിക്കുന്ന ഇവർ ഈ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ മരിച്ചൊന്നും പോവില്ല. അവരവിടെ പോയി കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്യാണ്. അവർക്ക് കൊടുക്കാനാണ് ആ സാധനങ്ങളെല്ലാം ഉള്ളത്. കാരണം ജിസേലും നെവിനുമാണ് ആ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആ ഫുഡ് അവർക്ക് കൊടുക്കുകയും ചെയ്യുക. അവരവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോഴാണ് ഇവരിവിടുന്ന് കട്ടെടുത്ത് മോഷ്ടിച്ച് തിന്നുന്നത്. ഇവരൊക്കെ നേരത്തെ ഇവരുടെ പങ്ക് കഴിച്ചതാണല്ലോ, പിന്നെ എന്തിനാണ് ഇവർക്ക് ഇപ്പോഴും കഴിച്ചുകൊണ്ട് നടക്കുന്നത്? ഇവർക്ക് ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കാൻ മാത്രമാണ് ഇവരെയും കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ബുദ്ധിയില്ലാത്ത പെണ്ണാണ് നമ്മുടെ അനുമോൾ എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കാനും അറിയില്ല, ഒരിതുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ വന്ന് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അനുമോൾ മിണ്ടാണ്ടിരിക്കടി ബോഡി എന്നൊക്കെ പറയുന്നുണ്ട്, നിർത്തടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ജിസേൽ രാവിലെ 2 കൽപ്പിച്ച് തന്നെയാണ്. നെവിൻ രാവിലെ പോയി ജിസേലിനോട് പറയുന്നുണ്ട്, എന്താണെങ്കിലും അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, ഒന്നില്ലെങ്കിൽ അവളെ ഞാനിവിടെ നിന്ന് പുറത്താക്കും. രാവിലെ തന്നെ നെവിൻ അത് പറയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ രാവിലെ തന്നെ ഞാൻ അവളെ എന്താണെങ്കിലും പുറത്താക്കും, ഞാനോ അല്ലെങ്കിൽ അവളോ. ഇന്ന് 2 പേരിൽ ഒരാളെ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം, അവൾ ഡിസൈഡ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജിസേലിനെ ആശ്വാസപ്പെടുത്തിയിട്ട് നെവിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനുമോൾ, ശൈത്യ, അതേപോലെ ആദില, നൂറ, രേണുവിനും ഒരു രാത്രി വന്ന് രേണു ഇതിന് കൂടെ കഴിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നെവിൻ ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് രേണുവിന് കൊടുത്തിട്ട് രേണു അത് തിരിച്ചു കൊടുത്തു. രേണു കഴിച്ചിട്ട് പോലുമില്ല. രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ വിഷമിച്ചിരിക്കുകയാണ്, നമ്മളിനി എന്താണ് ചെയ്യുക? അപ്പോൾ ആദില പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞതാണ്, അവൻ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി നമുക്ക് എന്താണെങ്കിലും പുറകെ വരുന്നുണ്ട്. നിങ്ങൾ ആരും അത് കേട്ടില്ല, നിങ്ങൾ ജ്യൂസ് കുടിക്കാൻ പോകുന്നു, എല്ലാം കുടിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യാനെന്ന്. അപ്പോൾ നൂറ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇവർ നമ്മളെ വെച്ചിട്ടാണ് കുറേ ഉണ്ടാക്കുന്നത്, ഇവരെ വെച്ച് തിരിച്ച് നമുക്ക് ഉണ്ടാക്കി എന്താ പ്രശ്നം? ജിസേലിൻ്റെ കുറച്ച് ആൾക്കാർ, ടീമുകൾ അതിൻ്റെ ഉള്ളിലിരുന്ന് ഇതാക്കുന്നുണ്ട്. ഇതൊന്നും ഒരു ഗെയിമാണ്, അതൊരു ടാസ്ക്കാണ്, അല്ലാതെ അവിടെ പോയി പണിയെടുക്കുന്നതല്ല. അതെന്താണ് ജിസേൽ മനസ്സിലാക്കാത്തത്? അവരെ വലിയ പൊക്കി പറയുന്നുണ്ട്. അവളുടെ ടീമിന് ആ ഫുഡ് കൊടുക്കാത്തത് കൊണ്ട് അവളുടെ നെഞ്ച് പൊട്ടുന്നുണ്ടാവും, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതെന്നാണ് നൂറ് പറയുന്നത്. അനുമോൾ പറയുന്നുണ്ട്, അനുമോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അവസാനിച്ചിട്ടില്ല, അവരത് ചെയ്ത് പൂർത്തീകരിച്ചിട്ടില്ല. ഇനി എന്താണെങ്കിലും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം.